ഹരി ഓം. എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോ സിംഹ അസ്ട്രോവേദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന വിഷയം, ഒരു ഭവനത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ എങ്ങനെയൊക്കെ മാറ്റാം, ആ ഒരു ഭവനത്തിലെ ഐശ്വര്യം എങ്ങനെ കൊണ്ടുവരാം, ആ ഒരു ഭവനത്തിലെ കലഹങ്ങളൊക്കെ എങ്ങനെ മാറ്റാം, കലഹങ്ങളൊക്കെ അകറ്റി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെ ആ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായും പറയുന്നത്. നമുക്കതിന് വേണ്ടുന്നത് ഒരു ലക്ഷ്മി വിളക്കാണ്. ലക്ഷ്മി വിളക്കും അതുപോലെ തന്നെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉത്തമം. അതുപോലെ ഒരു നാണയത്തൊട്ടും, 1 രൂപ നാണയത്തൊട്ട്. നമ്മുടെ ഈ ലക്ഷ്മി വിളക്കിലേക്ക് നിറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു തിരിശിലയുടെ തുമ്പ് പിഴിഞ്ഞ് തിരിശില നീട്ടിയിടുക. അതായത് നമ്മൾ വിളക്ക് കത്തിക്കുമല്ലോ, അതുപോലെ വെക്കുക. അതിനുശേഷം 1 രൂപ നാണയത്തൊട്ട്, അത് മറക്കരുത്, നമ്മളുടെ 1 രൂപ നാണയത്തൊട്ട് തിരിശിലയ്ക്ക് സൈഡിലായിട്ട്, അതായത് തിരിശിലയ്ക്ക് വശത്തായിട്ട് വെക്കുക. ഒരു കാരണവശാലും തിരിശിലയ്ക്ക് മുകളിൽ വെക്കുവാനോ തിരിശിലയ്ക്ക് അടിയിൽ ഈ നാണയത്തൊട്ട് വെക്കുവാനോ പാടില്ല. തിരിശിലയ്ക്ക് സമീപം, അതായത് തിരിശിലയുടെ വശത്തോട്ട് ചേർന്ന് വെക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കണമെന്നില്ല, അതായത് ഇടതോ വലതോ അത് ദിശ നോക്കി വെക്കുക. അല്ലാതെ തിരിശിലയ്ക്ക് അടിയിലോ തിരിശിലയ്ക്ക് മുകളിലായിട്ടോ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ച തോറുമാണ് ഇപ്രകാരം ചെയ്യേണ്ടത്. എല്ലാ വെള്ളിയാഴ്ചയും പുലർച്ചെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമ്മൾ സന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തുമല്ലോ, ആ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അന്നത്തെ ദിവസം ആ ഭവനത്തിൽ ഈ ലക്ഷ്മി വിളക്ക് കൊളുത്തണം. എല്ലാ വെള്ളിയാഴ്ചകൾ തോറും ഇപ്രകാരം ചെയ്തതിന് ശേഷം ആ ലക്ഷ്മി വിളക്ക് കൊളുത്തണം. ഞാൻ ഇപ്പോഴും പറയുന്നു, എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ ഭവനത്തിൽ വന്നു കൂടിയേക്കുന്ന എല്ലാ ദോഷങ്ങളും, അതായത് പ്രാക്ക് ദോഷമാണേലും കഷ്ടതകളാണേലും ദുരിതങ്ങളാണേലും എല്ലാ കണ്ണേറെന്നൊക്കെ നമ്മൾ പറയും, എല്ലാ ദോഷങ്ങളും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അകലും എന്നാണ് പറയപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഞാനിപ്പോഴും പറയുന്നു, എല്ലാ വെള്ളിയാഴ്ചകളിലും വേണം ചെയ്യാൻ. വൈകുന്നേരങ്ങളിലോ പുലർച്ചെയോ വേണം ഇത്തരത്തിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുവാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി വിളക്കിൽ വേണം ഞാൻ ഈ പറഞ്ഞ വിധിപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോഴും പറയുന്നു, തുടർച്ചയായിട്ട് 21 വെള്ളിയാഴ്ചകൾ തോറും ഇപ്രകാരം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭവനത്തിലുള്ള എല്ലാ ദോഷങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അകന്ന് ശാന്തിയും സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ആ ഭവനത്തിൽ ഉണ്ടാവും. ചില ഭവനത്തിലൊക്കെ എപ്പോഴും വഴക്കുകളൊക്കെ ആയിരിക്കും, കലഹങ്ങളായിരിക്കും. ആ കലഹങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം എല്ലാ ഭവനങ്ങളിലും നിറഞ്ഞു നിൽക്കുവാൻ ഈ ലക്ഷ്മി വിളക്കിലെ ദീപം കൊണ്ട് സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.